2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോമ്പസ് മീഡിയ നടത്തുന്ന വാർഡ് പര്യടനത്തിൽ ഇന്ന് കോമ്പസ് മീഡിയ എത്തിയിരിക്കുന്നത് നേമം വാർഡിലാണ്. നേമം വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് ഇവിടുത്തെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളതിനെ കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കാം. നേമം നമുക്കറിയാം, ഒരു ഐക്കോണിക് ആയിട്ടുള്ള വളരെ സുപ്രസിദ്ധമായ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം, ഈ നേമത്ത് കഴിഞ്ഞ 10 കൊല്ലമായി വികസനം എന്താണെന്ന് അറിയാത്തൊരു നാടായി മാറിയിരിക്കുന്നു. അതിനെതിരെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. നേമത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്യുക, നേമത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരിക എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഓരോ ജനങ്ങളെ കാണുമ്പോഴും വലിയ ആത്മവിശ്വാസത്തോടു കൂടി കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ ഭരിക്കുന്നവർ ഈ നാടിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന രീതിയിലേക്ക് ജനങ്ങളെ കാണാൻ കഴിയുന്നു. ഈ നാട്ടിലും സമഗ്രമായ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നേമം വാർഡിൻ്റെ സമഗ്ര വികസനമാണ് LDF ഉദ്ദേശിക്കുന്നത്. എല്ലാ മേഖലയിലുള്ള സമഗ്ര വികസനമാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി വികസന മുരടിപ്പ് ഏറ്റവും അധികം ഉള്ള ഒരു സ്ഥലമാണ് നേമം വാർഡ്. വികസന മുരടിപ്പെന്ന് പറഞ്ഞാൽ പല മേഖലകളിലേക്കും നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ 15 വർഷത്തോളം ഈ റോഡുകളുടെ ആയാലും സാംസ്കാരിക സ്ഥാപനങ്ങളായാലും അംഗനവാടികളുടേതായാലും പല മേഖലകളിലും അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരെ നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥയിലും റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. നേമം വാർഡിൽ കഴിഞ്ഞ 2015 മുതൽ 20 വരെയും 20 മുതൽ 25 വരെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുള്ള വാർഡാണ്. അതിന് കാരണം ഈ വാർഡിൻ്റേതായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികളായിട്ടുള്ള 2015 മുതൽ 20 വരെ എനിക്ക് ഇവിടെ ഒരവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 20-25 കാലയളവിൽ ശ്രീമതി ദീപിക ഇവിടെ കൗൺസിലറായിരുന്നു. ഈ 2 കാലയളവിലും ഈ നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പാവപ്പെട്ട അർഹതപ്പെട്ട പാവങ്ങൾക്ക് തലച്ചായ്ക്കാൻ ഒരിടം എന്ന സ്വപ്ന പദ്ധതി, നരേന്ദ്രമോദിജിയുടെ പദ്ധതി, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു വാർഡാണ് നേമം വാർഡ്. ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ ഇവിടെ സാധിച്ചിട്ടുള്ള വാർഡാണ്. നമസ്കാരം. ഞാനിവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. പ്രമുഖ 3 മുന്നണികളോടാണ് മത്സരിക്കുന്നത്. ഞങ്ങളൊരു മുന്നണിയും ഭാഗമല്ല. ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയാണ്. ഞങ്ങളിവിടെ മത്സരിക്കുമ്പോൾ നേമം വാർഡിൻ്റെ സമഗ്ര വികസനം എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ട. കഴിഞ്ഞ 25 വർഷത്തോളം കാലമായി നേമം വാർഡ് കോർപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ട് 3 മുന്നണികളും, ആദ്യം LDF വന്നു, രണ്ടാമത് UDFന് അവസരം കൊടുത്തു, മൂന്നാമത് NDA, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി 2 ടേമായി NDA ഭരിക്കുന്നു. ഇതുവരെയും നേമം വാർഡിൽ സമഗ്രമായ ഒരു വികസനം നടന്നിട്ടില്ല. അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല. അവർക്ക് കിട്ടുന്ന ഫണ്ട് അനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ. നേമം വാർഡിനകത്ത് അടിസ്ഥാന വികസനങ്ങൾ കുറേയൊക്കെ നടപ്പിലാക്കണം. നമ്മുടെ കുട്ടികൾക്കായി ഒരു ചിൽഡ്രൻസ് പാർക്ക്, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അതാണ്. നിങ്ങളുടെ ഇവിടെ നാട്ടിലെ കുട്ടികൾക്കായി കുറച്ച് ചിൽഡ്രൻസ് പാർക്കുകൾ, ഇവിടെ സ്ത്രീകൾക്കായി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം, അങ്ങനെ കുറേ മനോഹരമായ നടപ്പാതകൾ, അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ, കുറേ ഐഡിയകളുമായിട്ടാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി പല മാതൃകകളും കണ്ടു. ആ മാതൃകകൾ നമ്മുടെ വാർഡിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലമായി ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി നേമം വാർഡിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിപുലമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് GR അനിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളല്ലാതെ ഈ വാർഡിൻ്റെ പല സ്ഥലങ്ങളിലും പല ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഒരു ടൈം കോൺഗ്രസും 2 തവണ തുടർച്ചയായി BJPയും ഇവിടെ അധികാരം കൈയാളിയ ഒരു സ്ഥലമാണ് നേമം വാർഡ്. അതിൻ്റേതായ ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. അതിനൊരു മാറ്റം വരണമെന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അത് പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ LDF ഒക്കെ നിരവധി സർക്കാർ ഭരിക്കുമ്പോഴും ഇവിടെ കുടിവെള്ള ലഭ്യത, കാശ് കൊടുത്ത് കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് സൗജന്യമായ 823ഓളം ആളുകൾക്ക് സൗജന്യമായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി, ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കി, മെയിൻ്റനൻസ് ഗ്രാൻറ്റ് കൊടുക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ റോഡുകൾ നവീകരിക്കപ്പെടുവാൻ സാധിച്ചു, തെരുവുവിളക്കുകൾ കത്തിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള
സമ്പൂർണ്ണ വികസന പ്രവർത്തനങ്ങളിൽ എത്തിക്കുവാൻ, അർഹതപ്പെട്ട പാവങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുവാൻ ഒക്കെ ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഈ വാർഡിലെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചു. അതുതന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും ആത്മവിശ്വാസം. തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇത് തന്നെയാണ് ഞങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന വിഷയം. അടിസ്ഥാന സൗകര്യ വികസനം. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള വീടുകൾ ഇപ്പോഴും പല വീടുകളുടെ മുറ്റത്തിലും വെള്ളക്കെട്ട് കാരണം അങ്ങ് അകത്തേക്ക് അവരുടെ വീട്ടിലേക്ക് പോലും കടക്കാൻ കഴിയാത്ത സാഹചര്യം, വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം. അപ്പം നിരവധിയായിട്ടുള്ള അവർക്ക് നടന്നു പോകാൻ പറ്റാത്ത വഴികളുള്ള ഒരു സ്ഥലമായി നിയമം മാറിയിരിക്കുകയാണ്. അപ്പം അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത, കുടിവെള്ളക്ഷാമമുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച് വീടുകളില്ലാത്ത, ഇപ്പോഴും പിന്നെ ഉറച്ച വാതിലുകളും അല്ലെങ്കിൽ അടച്ചുറച്ച വാതിലുകളും കെട്ടിടങ്ങളും ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന നിരവധി ആളുകളെ കാണാൻ കഴിയും. അപ്പോൾ അവർക്കെല്ലാം പ്രോമിസിംഗ് ആയിട്ടുള്ള, അവർക്കെല്ലാം സുരക്ഷിതമായി കഴിയാൻ കഴിയുന്ന വീടുകൾ, അവർക്ക് ശുദ്ധമായ കുടിവെള്ളം, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് UDFന്റെ സ്ഥാനാർത്ഥി അവർ കാണുന്നത്. ഞങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. കൗൺസിലറിൻ്റെ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കാറുണ്ട്. അവരെ അനുകൂലിക്കേണ്ട കാര്യങ്ങൾ അനുകൂലിച്ചിട്ടുമുണ്ട്. നിയമം വാർഡിലെ സമഗ്ര വികസനം എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഞങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയാണ്. ഇവിടെ മൂന്ന് മുന്നണികളും പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ, ഇലക്ഷൻ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ഞങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങൾ ഇലക്ഷൻ്റെ ആദ്യഘട്ട പ്രചാരണം, അഭ്യർത്ഥന എല്ലാ വീടുകളിലും എത്തിച്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാളെ മുതൽ ഞങ്ങളുടെ 2ാം ഘട്ട പ്രവർത്തനം ഞങ്ങളുടെ പ്രകടന പത്രിക എന്നുള്ളതല്ല, ഞങ്ങൾ നിയമം വാർഡിൽ ജനങ്ങൾക്ക് ഗ്യാരണ്ടി കാർഡ് നൽകുകയാണ്. നിയമം വാർഡിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നതിനെക്കുറിച്ചൊരു ഗ്യാരണ്ടി നൽകുകയാണ്. അത് നടപ്പിലാക്കും എന്ന് പൂർണ്ണ ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് തയ്യാറാക്കി. വെറും കപട വാഗ്ദാനങ്ങൾ നൽകാൻ ഞാൻ തയ്യാറല്ല. നിയമം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കും താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിയമം വാർഡിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഇവിടെ ഇപ്പോൾ 5 സ്ഥാനാർത്ഥികളുണ്ട്. SDP ഉൾപ്പെടെ LDF, UDF, NDA, പിന്നെ ആം ആദ്മി പാർട്ടി, SDP ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ 5 സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നുണ്ട്. ജയസാധ്യത തീർച്ചയായിട്ടും ജയം മുന്നിൽ കണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അനുകൂല മാറ്റം വേണമോ, അനുകൂല മനോഭാവമുണ്ട്. എനിക്കുള്ള പ്ലസ് പോയിന്റ്, ആം ആദ്മി പാർട്ടിക്കുള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, അതായത് ഞാൻ ഈ വാർഡിൽ തന്നെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഞാൻ 15 വർഷം സൈനിക സേവനത്തിലായിരുന്നു. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ പ്രവർത്തിക്കുകയാണ്. മറ്റുള്ള 3 പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വാർഡിന് പുറത്തുള്ള ആൾക്കാരാണ്. അത് തന്നെയാണ് ജയസാധ്യത, അത് തന്നെയാണ് മുൻതൂക്കം. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ഇവിടെ സജീവമായി പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റൊക്കെ ആയത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഒരു രീതിയിലുള്ള പിന്നെ ക്രമസമാധാനമോ അല്ലെങ്കിൽ ഇതിൻ്റെ സമാധാനം തകർക്കുന്ന ഒരു പ്രവൃത്തിയും ഇന്ന് വരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ എൻ്റെ ഭാഗത്തുനിന്നോ നമ്മുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെന്ന് പറയുന്നത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, നീതിബോധം ഉയർത്തിപ്പിടിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, ജനാധിപത്യ ബോധമുള്ള, ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളാണ് നേമത്തെ നിവാസികൾ. കേരളത്തിന് എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നേമത്തെ ഈ വാർഡ് മാറും. ഈ തെരഞ്ഞെടുപ്പ് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുമെന്നുള്ള വലിയ ആത്മവിശ്വാസമുണ്ട്. നമുക്കറിയാം, നിയമ സർവീസ് സഹകരണ ബാങ്ക് അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. BJP അടക്കമുള്ള നമുക്കറിയാം റെയിൽവേ ഭൂമി എടുത്തതിന് ശേഷം നിരവധി ആളുകളുടെ വഴിമുട്ടിയ സാഹചര്യമുണ്ട്. അപ്പം കേന്ദ്ര സർക്കാരും BJPയുടെ ആളുകളും ചെയ്യേണ്ട നിരവധി വിഷയങ്ങളിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് വികസന മുരടിപ്പ് ഏറ്റവും അധികം നേരിടുന്ന ഒരു സ്ഥലം തന്നെയാണ് നേമം വാർഡെന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വികസനം തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും സംസാരിക്കുന്നത്. വികസനത്തെക്കുറിച്ച് വിമർശനങ്ങൾ പരസ്പരം പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരുടെ ഉള്ളിലും വികസനം എന്നൊരു സ്വപ്നം അല്ലെങ്കിൽ അതിനു വേണ്ട പദ്ധതികളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ തന്നെ ഉണ്ട്. എന്തു തന്നെ ആയിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ഉറപ്പോടുകൂടി കോമ്പസ് മീഡിയ.